Question. The number of terms in the expansion of a plus b whole raised to n is dash. ഇവിടെ എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനിലെ ടേംസിൻ്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർക്കുക, എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനിലെ ടേംസിൻ്റെ എണ്ണം n+1 ആണ്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനിലെ ടേംസിൻ്റെ എണ്ണം n+1 ആണ്. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി n+1. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതായത് ഉദാഹരണമായിട്ട് എ പ്ലസ് ബി ഹോൾ റൈസ് ടു 10ൻ്റെ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉത്തരം എഴുതാം. അതായത് 10+1 അഥവാ 11 ആണ്. എ പ്ലസ് ബി ഹോൾ റൈസ് ടു 10ൻ്റെ എക്സ്പാൻഷനിൽ 11 ടേംസ് ഉണ്ടാവും. അപ്പോൾ ഇക്കാര്യം ഓർത്തിരിക്കുക, എ പ്ലസ് ബി ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനിൽ n+1 ടേംസ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ. ദി നമ്പർ ഓഫ് ടേംസ് ഇൻ ദി എക്സ്പാൻഷൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10 ഈസ് ഡാഷ്. The number of terms in the expansion of a plus b plus c the whole raised to 10 is dash. അപ്പോൾ ഇവിടെ a plus b plus c the whole raised to 10ൻ്റെ എക്സ്പാൻഷനിലെ പദങ്ങളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. a plus b plus c the whole raised to 10ൻ്റെ എക്സ്പാൻഷനിലെ പദങ്ങളുടെ എണ്ണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല ഉണ്ട്. a plus b plus c the whole raised to n-ൻ്റെ എക്സ്പാൻഷനിലെ പദങ്ങളുടെ എണ്ണം n+1 into n+2 by 2 ആണ്. ഓർക്കുക, എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു എന്നിൻ്റെ എക്സ്പാൻഷനിലെ പദങ്ങളുടെ എണ്ണം n+1 into n+2 by 2 ആണ്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10ലെ എക്സ്പാൻഷനിലെ പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിനായിട്ട് ഇവിടെ എന്നിന് പകരം 10 കൊടുത്താൽ മതി. അപ്പോൾ 10+1 ഇൻറ്റു 10+2 by 2 എന്ന് വരും. അതായത് 11 ഗുണം 12 by 2. 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 കിട്ടും. 11 66. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ദി ഹോൾ റൈസ് ടു 10ൻ്റെ എക്സ്പാൻഷനിൽ 66 പദങ്ങളുണ്ടാവും. ശരി ഉത്തരം ഓപ്ഷൻ സി 66. ഇഫ് എ ഈക്വൽ ടു സെറ്റ് 3, 6, 8, 9 ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 1, 3, 5, 9 ദെൻ ബി മൈനസ് എ ഈസ് ഡാഷ്. ഇവിടെ 2 സെറ്റുകൾ നൽകിയിട്ടുണ്ട്. സെറ്റ് എ, അതിലെ എലമെൻറ്റ്സ് 3, 6, 8, 9. ബി എന്ന സെറ്റ് 1, 3, 5, 9 ആണ്. നമുക്ക് ബി ഡിഫറൻസ് എ അല്ലെങ്കിൽ ബി മൈനസ് എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബി ഡിഫറൻസ് എ അല്ലെങ്കിൽ ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ ബിയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെൻസുകളുടെ സെറ്റാണ്. ബിയിലുള്ളതും എയിലില്ലാത്തതുമായ എലമെൻസുകളുടെ സെറ്റ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. ആദ്യം ഈ 2 സെറ്റിലെയും കോമൺ എലമെൻസുകളെ കണ്ടുപിടിക്കുക. കോമൺ എലമെൻസുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 3യും 9ഉമാണ് രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. 3യും 9ഉം. ഈ ബി മൈനസ് കിട്ടാനായിട്ട് ബിയിൽ നിന്നും ഈ കോമൺ എലമെൻസുകളെ ഒഴിവാക്കി ബാക്കിയുള്ള എലമെൻസുകളുടെ സെറ്റ് എഴുതിയാൽ മതി. അപ്പോൾ ബിയിൽ നിന്നും 3യും 9ഉം ഒഴിവാക്കിയാൽ പിന്നെ ഉള്ളത് 1ഉം 5ഉം ആണ്. അപ്പോൾ ബി മൈനസ് എ ഈക്വൽ ടു സെറ്റ് 1, 5 ആണ്. ബി മൈനസ് എ ഈക്വൽ ടു സെറ്റ് 1, 5. ശരി ഉത്തരം ഓപ്ഷൻ സി. ഇനി ഇവിടെ എ മൈനസ് ബി ആണ് നിങ്ങൾക്ക് കാണേണ്ടിയിരുന്നതെങ്കിൽ നമുക്ക് എഴുതാൻ എളുപ്പമാർഗ്ഗമുണ്ട്. ഈ എയിൽ നിന്നും ഈ കോമൺ എലമെൻസുകളെ ഒഴിവാക്കി ബാക്കിയുള്ള എലമെൻസുകളെ സെറ്റാക്കി എഴുതിയാൽ മതി. എയിൽ നിന്നും 3യും 9ഉം ഒഴിവാക്കിയാൽ പിന്നെ 6ഉം 8ഉം അല്ലേ ഉള്ളൂ. അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു സെറ്റ് 6, 8. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് 2 സെറ്റുകളുടെ ഡിഫറൻസ് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ. സ്ലോപ്പ് ഓഫ് ദി ലൈൻ 4x plus 6y minus 8 equal to 0 is dash. അപ്പോൾ ഇവിടെ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. 4x plus 6y minus 8 equal to 0. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. ഈ ലൈനിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ്. ax plus by plus c equal to 0. അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ax പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്നുള്ള രൂപത്തിലുള്ള ഒരു ലൈനിൻ്റെ സ്ലോപ്പ് -a/b ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ മീൻസ് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് 4 ആണ്. അപ്പോൾ -4/b വൈയുടെ കോയഫിഷ്യൻ്റ് ആണ്. വൈയുടെ കോയഫിഷ്യൻ്റ് 6 -4/6 എന്ന് കിട്ടും. അതായത് സ്ലോപ്പ് -4/6. നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2 ഉപയോഗിച്ച് അംശത്തിനെയും ഛേദത്തിനെയും ഹരിക്കാം. അപ്പോൾ -2/3 എന്ന് കിട്ടും. അപ്പോൾ -3/2 ഈ ലൈനിൻ്റെ സ്ലോപ്പ്. ശരി ഉത്തരം ഓപ്ഷൻ ബി.
അപ്പോൾ ഓർക്കുക AX + BY + C = 0 എന്ന ലൈനിൻ്റെ സ്ലോപ്പ് -A/B ആണ്. ഈ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുള്ളൂ. ക്വസ്റ്റ്യൻ 240 ഡിഗ്രി ഡാഷ് റേഡിയൻസ്. അപ്പോൾ 240 ഡിഗ്രിക്ക് തുല്യമായ റേഡിയൻ അളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഡിഗ്രിയെ റേഡിയൻ ആക്കാനായിട്ട് നമുക്കൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. അതിന് π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 240നെ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യാം. 240ൻ്റെ ഒരു 0, 180ൻ്റെ ഒരു 0 ക്യാൻസൽ ചെയ്യാം. 24ഉം 18ഉം 6ൻ്റെ ഗുണിതങ്ങളാണ്. രണ്ടിനെയും 6 ഉപയോഗിച്ച് ഹരിക്കുമ്പോൾ 24നെ 6 കൊണ്ട് ഹരിച്ചാൽ 4, 18നെ 6 കൊണ്ട് ഹരിച്ചാൽ 3. അപ്പോൾ 4 × π/3 എന്ന് വരും. അതായത് 4π/3. ഇതാണ് ആൻസർ. 240 ഡിഗ്രി = 4π/3 റേഡിയൻസ് ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. അപ്പോൾ ഓർക്കുക ഡിഗ്രിയെ റേഡിയൻ ആക്കാൻ π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ദി പെരിമീറ്റർ ഓഫ് ദി ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് 0, 6, 0, 0 and 8, 0 is dash. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണർ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നൽകിയിട്ടുണ്ട്. 0, 6, 0, 0, 8, 0. ഈ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ചുറ്റളവ് കണ്ടുപിടിക്കണമെങ്കിൽ 3 വശത്തിൻ്റെയും നീളം നമുക്ക് കിട്ടണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ജസ്റ്റ് നമുക്ക് ഈ പോയിൻറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. XY ആക്സുകളൊന്ന് വരച്ച് ജസ്റ്റായിട്ട് ഒരു റഫായിട്ടൊരു ഫിഗർ. ഇതിൽ 0, 0 എന്നുള്ള പോയിൻ്റ് ഇത് വരും. ഇനി 0, 6 എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് അത് Y ആക്സിൽ 6 എന്ന പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ Y ആക്സിൽ ഇതായിരിക്കും 0, 6. ഇനി 8, 0 Y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് X ആക്സിലെ 8 പോയിൻ്റ് ആയിരിക്കും. അതായത് ഇത് X ആക്സിലെ 8, 0. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 8 യൂണിറ്റും ഈ ഡിസ്റ്റൻസ് നമുക്ക് 0, 6 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് 6 യൂണിറ്റ്സും ആയിരിക്കും. അപ്പോൾ ട്രയാങ്കിളിൻ്റെ 2 വശം നമുക്കായി. ഇനി ഈ ഹൈപ്പട്ന്യൂസൂടെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നോക്കുക ഇതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ്. അതുകൊണ്ട് നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. പൈതഗോറസ് തിയറം എന്താണെന്ന് ഓർക്കുക. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ = ഹൈപ്പട്ന്യൂസ് സ്ക്വയർ. അല്ലെങ്കിൽ ലംബവശങ്ങളുടെ വർഗ്ഗങ്ങളുടെ തുക കർണത്തിൻ്റെ വർഗ്ഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ലംബവശങ്ങൾ 8 സെൻറ്റിമീറ്ററും 6 സെൻറ്റിമീറ്ററും ആണെന്ന് കരുതുക. 8ഉം 6ഉം ആണ്. അപ്പോൾ 8 സ്ക്വയർ + 6 സ്ക്വയർ അതായിരിക്കും ഈ വശത്തിൻ്റെ നീളത്തിൻ്റെ വർഗ്ഗം. 8 സ്ക്വയർ 64 + 6 സ്ക്വയർ 36. 64ഉം 36ഉം കൂടെ കൂട്ടിയാൽ 100. അപ്പോൾ 100ൻ്റെ വർഗ്ഗമൂലം എടുത്താൽ ഈ വശം കിട്ടും. 100ൻ്റെ വർഗ്ഗമൂലം 10. അപ്പോൾ 6, 8, 10 ഇതാണ് 3 വശങ്ങളുടെ നീളങ്ങൾ. അപ്പോൾ ചുറ്റളവ് 6 + 8 + 10. 10, 8, 18, 6, 24. അപ്പോൾ 24 യൂണിറ്റാണ് ചുറ്റളവ്. ശരി ഉത്തരം ഓപ്ഷൻ സി 24. ക്വസ്റ്റ്യൻ ദി സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻസ് 3x - 2y = 14 ആൻഡ് 4x + 8y = 8 ഈസ് ഡാഷ്. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻസ് നൽകിയിട്ടുണ്ട്. 3x - 2y = 14 ആൻഡ് 4x + 8y = 8. ഈ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ കാണണം. അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് സൗകര്യത്തിനായിട്ട് ആദ്യത്തെ ഇക്വേഷനെ 1 എന്നും അടുത്ത ഇക്വേഷൻ 2 എന്നും മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവയുടെ സൊല്യൂഷൻ കാണണമെങ്കിൽ നമുക്ക് ഇതിലെ ഒരു വേരിയബിളിനെ ഒഴിവാക്കണം. നമുക്ക് y എന്ന വേരിയബിളിനെ ഒഴിവാക്കാം. y എന്ന വേരിയബിളിനെ ഒഴിവാക്കണമെങ്കിൽ ഓർക്കുക വൈയുടെ കോഎഫിഷ്യൻ്റ് രണ്ടിടത്തും സെയിം ആക്കണം. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുന്നതിന് കുഴപ്പമില്ല. പക്ഷേ വാല്യൂ ഇവിടെ 8ഉം ഇവിടെ 2ഉമാണ്. അത് രണ്ടും തുല്യമാക്കാം. അതിനായിട്ട് 4ന് ഈ 2നെ 4 കൊണ്ട് ഗുണിച്ചാൽ 8 കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിക്കുക. ഒന്നാമത്തെ ഇക്വേഷനെ 4 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എല്ലാ ടൈമിൻ്റെയും 4 കൊണ്ട് ഗുണിക്കുക. 4 12x മൈനസ് 4 2 8y = 14 × 4 56 വരും. ഈ ഇതിന് ഇക്വേഷൻ 3 എന്ന് കൊടുക്കാം. ഇപ്പോൾ നോക്കുക ഇവിടെ +8y ഇവിടെ -8y ഉണ്ട്. ഈ +8y -8y കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ വൈയുടെ ടൈം ഇല്ലാതാവും. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ ഇക്വേഷനും മൂന്നാമത്തെ ഇക്വേഷനും കൂടെ കൂട്ടിയാൽ നമുക്ക് വൈയെ ഒഴിവാക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 12 4 16x 12x അധികം 4x 16x +8y -8y കൂടെ കൂട്ടുമ്പോൾ വൈയുടെ ടൈം ഇല്ലാതായി സമം
56 8 64 എന്നായി. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാമല്ലോ. എക്സ് സമം 64/16. 64നെ 16 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 4ആണ്. ഈ എക്സിൻ്റെ വാല്യൂ ഇതിലൊരു ഇക്വേഷനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഈ രണ്ടാമത്തെ ഇക്വേഷനകത്ത് എക്സിൻ്റെ വാല്യൂ 4 എന്ന് കൊടുക്കാം. അപ്പോൾ 4x എന്നുള്ളത് 4 × 4 + 8y = 8 എന്ന് വരും. 4 16 ആണല്ലോ. അതായത് 16 + 8y = 8. ഇവിടുന്ന് 8y സമം 8 - 16 എന്ന് വരും. 8ൽ നിന്ന് 16 കുറച്ചാൽ -8. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാൻ നെഗറ്റീവ്, വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നെഗറ്റീവ് സിമ്പിൾ കൊടുത്താൽ മതി. ഇപ്പോൾ -8. y സമം -8/8 സമം -1 അഥവാ -1 എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4ഉം വൈയുടെ വാല്യൂ -1ഉമാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഉത്തരം 4 and -1. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, 4 and -1. നമുക്ക് ഈ ഉത്തരം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുമ്പോൾ തന്നെ എഴുതാം. കാരണം എക്സിൻ്റെ വാല്യൂ 4 വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എക്സിൻ്റെ വാല്യൂ 4 കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം ഐഡൻറ്റിഫൈ ചെയ്യാം. ഓപ്ഷൻ സി 4 and -1.